മാർഷ്യൻ എന്ന സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ ഉള്ള ഒരു തീമിലുള്ള ഒരു കൊറിയൻ സ്പേസ് മൂവിയാണ് ദി മൂൺ എന്നൊരു സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്. 2023 ഈ ഒരു സിനിമ ഇറങ്ങിയത്. മാർഷ്യൻ സിനിമയിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ നായകൻ ചൊവ്വയിൽ പെട്ടുപോകുന്നു. അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള ഒരുപാട് പേര് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുന്നു. അതാണ് മാർഷ്യൻ സിനിമയിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ത്രില്ലിംഗ് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ദി മൂൺ എന്ന സിനിമയിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. കൊറിയയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണമാണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും കൊറിയൻ പതാക ചന്ദ്രനിൽ കുത്തണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെയൊക്കെയാണ്, ഒരുപാട് പേരുടെ ആഗ്രഹത്തോടു കൂടെയാണ് ഈ 3 ആസ്ട്രോനോട്ട്സ് ഹുവാങ് സിങ് ജൂൺ അതാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ നായകൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതിനു മുമ്പേ ഇതേ ഒരു ചാന്ദ്ര പര്യവേഷണത്തിന് പരീക്ഷണങ്ങൾ ചെയ്ത സമയത്ത് റോക്കറ്റ് കുതിച്ചുയർന്നു. പക്ഷേ ബഹിരാകാശത്ത് എത്തുന്നതിന് മുമ്പേ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോവുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ സ്വപ്നം മകനിലൂടെ എന്നിലൂടെ സാധ്യമാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ നായകൻ ഈ ചാന്ദ്ര പര്യവേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ബഹിരാകാശത്ത് എത്തുന്നു. ഈ സമയത്താണ് ഒരു സോളാർ വിൻഡ് അടിക്കുന്നത്. അത് ഇവരുടെ കംപ്ലീറ്റ് പ്ലാനുകളും തകിടം മറിക്കുകയാണ്. ഈ പേടകം ഉണ്ടല്ലോ, ആ പേടകത്തിൻ്റെ ഒരു ഭാഗം മൊത്തമായിട്ട് നശിച്ചു പോകുന്നു. സോളാർ പാനലുകൾ നശിച്ചു പോകുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചെത്തണം എന്നുണ്ട്. പക്ഷേ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെയും അച്ഛൻ്റെയും ബാക്കിയുള്ള കൊറിയക്കാരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നിറവേറണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഹുവാങ് സിങ് യു നമ്മുടെ നായകൻ ബാക്കിയുള്ള അതിലുള്ള ഒരു പേടകമായിട്ട് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനിലേക്ക് എത്തിക്കഴിഞ്ഞ് കാല് കുത്തി താൻ മരിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ താൻ അവിടെ തൻ്റെ കൊറിയയുടെ പതാക കുത്തി ഇറക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അദ്ദേഹം അവിടേക്ക് ഇടിച്ചിറങ്ങുന്നു. ഈ സമയത്ത് കൊറിയൻ സന്നാഹങ്ങൾ മൊത്തം ഒരുവിധം ആളുകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ മറ്റു ചിലർ പറയുന്നുണ്ട് കൊണ്ടുവരാൻ അസാധ്യമാണ്, കാരണം പേടകം ഒരുവിധം പാടം നശിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയില്ല. ഈ സമയത്താണ് ഭൂമിയിലുള്ള ഈ സയൻറ്റിസ്റ്റുകളെല്ലാവരും കൂടെ ഇതിനു മുമ്പേ ഈ പൊട്ടിത്തെറിച്ചു, ഞാൻ ആദ്യം പറഞ്ഞില്ല, റോക്കറ്റ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവരുടെ ക്രൂവിലുണ്ടായിരുന്ന ഒരു മേധാവി ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് കൺട്രോളർ ഇദ്ദേഹം കുറ്റഭാരം പേറിയിട്ടാണ് കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ചന്ദ്രനിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ നായകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ക്രൂവിൻ്റെ ഇടയിലേക്ക് ക്രൂ എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്, ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഒരു കൺട്രോളർ അവിടേക്ക് എത്തുന്ന സമയത്ത്, അതിൻ്റെ ഒരു ചീഫ് കൺട്രോളറാണ്, അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലൂടെ ചന്ദ്രനിലിരിക്കുന്ന നമ്മുടെ നായകൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥയാണ് ദി മൂൺ എന്ന ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമ. കൊറിയൻ സിനിമകൾ നമുക്കറിയാം, അതിലൊരുപാട് ഇമോഷൻസുകൾ ഉണ്ടാവും, ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ടാവും, കിടിലൻ CGI എഫക്റ്റുകളൊക്കെ കുറവാണെങ്കിലും അതിൽ അവർ കണക്ട് ചെയ്യുന്ന കുറേ ഇമോഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ടാവും. അത് ഈ സിനിമയിലും ഉണ്ട്. ആദ്യത്തെ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനാണ് അദ്ദേഹം ഇത്രയും കുറ്റഭാരം പേറി അദ്ദേഹം ജീവിക്കുന്നത്, ചന്ദ്രനിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ നായകൻ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ചന്ദ്രനിലെ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്, ഉൽക്കാപതനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഉൽക്കാപതനങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റാതെ വരുന്നു. വളരെ കുറച്ച് ഓക്സിജനേ ഇനിയുള്ളൂ. അപ്പോൾ പേടകം ഇനി പൊങ്ങോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ആ സമയത്ത് അമേരിക്കൻ ബഹിരാകാശ പേടകങ്ങൾ അവിടെ ചന്ദ്രന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്, നാസയോട് അഭ്യർത്ഥിക്കുന്ന സീനുകളുണ്ട്. അവർ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൂടെ നിറഞ്ഞ ത്രില്ലിംഗ് അനുഭവം തരുന്നൊരു സിനിമയാണ് ദി മൂൺ എന്ന 2023 ഇറങ്ങിയ ഈ ഒരു സിനിമ. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. ഒരു സയൻസ് ഫിക്ഷൻ ഫിലിം എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഡ്രാമാറ്റിക് സംഭവങ്ങൾ, ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപാട് റിയലിസ്റ്റിക് ഒക്കെ ആയിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതിലെ സയൻസ് വശങ്ങളും അതിലെ ഒരു ചാടുന്ന ഒരു ഗ്രാവിറ്റിയിലെ കാര്യങ്ങളൊക്കെ, ഒരുപാട് സയൻസ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആക്ഷൻ പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരുപാട് സീനുകളും ഉണ്ട്. പക്ഷേ എന്നാലും ആസ് എ സിനിമ എന്നുള്ള ലെവലിൽ നമ്മൾ കാണുകയാണെങ്കിലും അതിൽ ഒറിജിനാലിറ്റി തോന്നുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്
ഇതിൻ്റെ സിനിമാക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഊള ലവ് സ്റ്റോറികളോ അങ്ങനത്തെ റൊമാൻറ്റിക് സീനുകളോ, അല്ലെങ്കിൽ നമുക്ക് തോന്നും ചില ആളുകൾക്കൊക്കെ ഇയാളോട് ഇഷ്ടം തോന്നുമോ ഇല്ലയോ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും കൊണ്ടുവരാതെ തന്നെ അവരെന്താണോ ഉദ്ദേശിച്ചത്, അവർ ഇതിൽ ഒരുപാട് കണക്ഷൻസ്, ഇമോഷണൽ കണക്ഷൻസ് പറയുന്നത് അച്ഛൻ മകൻ ബന്ധം, ആ ഒരു ചീഫിൻ്റെയും ആ ഒരു അവിടെ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ നായകൻ്റെയും ഇടയിലുള്ള ഒരു ബന്ധം, അതൊക്കെയാണ് ഈ സിനിമയിലെ മോട്ടീവ് എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള സബ് സ്റ്റോറിയിലേക്കൊന്നും പോവാതെ എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ സമയമുള്ളവർ കണ്ടു നോക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം. നമ്മുടെ മറ്റ് സിനിമ എപ്പിസോഡുകളും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നാളെ കാണാം. ബൈ.